ഹലോ, ഞാൻ ഇന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ ഷെഫീന ഇത്തനെ ഞാൻ കാണുന്നത് യൂട്യൂബ് വഴിയാണ്. എനിക്ക് അവരെ പരിചയം എന്ന് പറയുന്നത് യൂട്യൂബ് വഴിയാണ് കേട്ടോ. എന്നെ ആദ്യമായിട്ട് എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് ഷെഫീന ഇത്ത എന്നെ കോൾ ചെയ്ത ഒരു ദിവസം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ കമൻ്റൊക്കെ ഇടും, അവരുടെ വീഡിയോസിൻ്റെ താഴെ കമൻ്റ് ഇടും, അവരുടെ ലൈവുകളിൽ പോയി ഞാൻ കമൻ്റ് ഇടും. ഇത്തയ്ക്ക് എന്നെ അറിയാമായിരിക്കാം. ഒരു ദിവസം രാത്രിയിൽ എന്നെ ഷെഫീന ഇത്ത വിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ കോൾ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഞാൻ എന്താണ് ഇത്ത എന്ന് ചോദിച്ച സമയത്ത് ഇത്ത ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത് ഒരാൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു മദാമയ്ക്ക് ഒരു സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ട്രൈക്ക് പിൻവലിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് എന്നെ ഷെഫീന ഇത്ത വിളിക്കുന്നത്. ആ ഒരു സമയത്ത് ഞാൻ അവരോട് പറഞ്ഞത്, ഞാനല്ല സ്ട്രൈക്ക് കൊടുത്തത്, എനിക്കത് മാറ്റാൻ പറ്റില്ല, സ്ട്രൈക്ക് പിൻവലിക്കാൻ പറ്റില്ല, എനിക്ക് ഈ സ്ട്രൈക്കിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്ത, കൊടുക്കുന്ന ആൾക്ക് തന്നെ പിൻവലിക്കാം എന്നുള്ളതൊക്കെ എനിക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പോഴാ ഇത്ത കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ പോയതാണ്, അവര് ആ ഒരു നാട് മുഴുവൻ എതിരായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവര്. പക്ഷേ എന്നാലും അവരുടെ മക്കളെ കാണുമ്പോൾ എനിക്ക് സഹതാപമുണ്ട്. അതുകൊണ്ട് മോളെ, അവളുടെ സ്ട്രൈക്ക് നീ അവർക്ക് മാറ്റിക്കൊടുക്കുക. പിന്നീട് അവർ പറഞ്ഞത് മാറ്റിക്കൊടുക്കണം എന്ന ഒരു ആജ്ഞയാണ് എൻ്റെ നേരെ നീട്ടിയത്. പക്ഷെ അന്ന് ഞാൻ റിക്വസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ഇനി ഞാൻ സ്ട്രൈക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അന്ന് ആ സ്ത്രീക്ക് പിന്നീടുള്ള സ്ട്രൈക്കുകൾ ഞാൻ കൊടുക്കാത്തത് ഷെഫീന ഇത്ത പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. അന്നും ഒരുപാട് സ്ട്രൈക്കുകൾ കൊടുക്കാനുള്ള കാര്യങ്ങൾ ആ സ്ത്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഷെഫീന ഇത്തയുടെ വൈകല്യത്തെ, അത് വൈകല്യം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ ഇത്തയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു എന്ന അറിവിൽ മാനസികമായിട്ട് തകർന്ന് കുഴഞ്ഞു വീണതാണ് അവര് എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതൊരു വിധി വിളയാട്ടോ. വിധി നമുക്ക് തരുന്ന, അതായത് മനുഷ്യന് വിധി തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നു വന്ന് അത്യാവശ്യം എൻ്റെ നാട്ടിലൊക്കെ ഷെഫീന ഇത്ത വന്നതാണ്. അങ്ങനെ നടക്കാൻ തീരെ കഴിവില്ലാത്ത ഒരാളൊന്നുമല്ല. പക്ഷെ നടക്കുമ്പോൾ കിതയ്ക്കുന്ന ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അവർ നടക്കില്ല എന്ന് തോന്നുന്നു, നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതിനു മുമ്പ് അവർ കിടപ്പിലൊക്കെ ആയിരുന്ന ഒരു കാലമുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് എന്നറിയാമോ? ഈ നജില എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് അവരുടെ നാട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ഒരാളാണ് ഷെഫീന ഇത്ത. ആ മനസ്സിലാക്കിയതൊന്നും തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. സാധാരണഗതിയിൽ ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ അറിയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയുന്ന ഒരാളാണ്. എന്നിട്ടും ഞാനിങ്ങനെ അന്ന് ചിന്തിച്ചു. അന്ന് ഞാൻ ആ ഇത്തയുടെ അടുത്ത് തന്നെ ചോദിക്കുകയും ചെയ്തു, ഇത്ത ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത്ത അത് പുറത്തു പറയാത്തത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നില്ല അതൊന്നും പുറത്ത് പറയുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ട്. അതുകൊണ്ട് അവൾക്ക് കുറച്ച് നെഗറ്റീവ് ഇമേജ് കിട്ടും, അല്ലെങ്കിൽ അവൾ കുറച്ച് വിഷമിക്കും എന്നുള്ളതല്ലാതെ എനിക്കെന്ത് കാര്യമാണ്, ഞാൻ ഇതെല്ലാം പുറത്ത് പറയുന്നത് കൊണ്ട് എനിക്കെന്ത് കാര്യമാണ് എന്നാണ് അന്ന് ആ ഇത്ത പറഞ്ഞത്. എനിക്ക് ശരിക്കും ആ ഇത്തേനെ അന്ന് ഭയങ്കര സ്നേഹം തോന്നി. അതായത് അവരുടെ ഉള്ളിലുള്ള മനുഷ്യത്വമാണ് അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത് എന്നുള്ളതാണ്. എന്തായാലും അതിനൊക്കെ ശേഷം ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ആ ഇത്ത അതേ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കേണ്ടുന്ന ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. വളരെ മാന്യമായ രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിച്ച് അവസാനിപ്പിച്ചു. ആ ഇത്ത വളരെ മാന്യമായ രീതിയിൽ ഒരു വാക്ക് പോലും ആയിത്ത അറിഞ്ഞ ഒരു കാര്യങ്ങളും
ആ വീഡിയോകളിലൂടെ അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ഈ ഒരു വിഷയത്തിൽ, അതായത് നജിലയെ ഞാൻ വിമർശിക്കുന്നതിനെ ആയിട്ടോ അല്ലെങ്കിൽ നജിലയും ഞാനും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളിലോ ഒന്നും തന്നെ ഇടപെടാതെ മാറി നിൽക്കുന്ന, ഇല്ല, ആ ഇത്ത പിക്ചറിൽ തന്നെ ഇല്ലാത്ത ഇത്തയെ എൻ്റെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ എനിക്ക് അറിയ പോലും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. എനിക്ക് യൂട്യൂബ് വഴി അറിയാം, ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്, എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ എന്ന രീതിയിൽ എനിക്കിഷ്ടമുള്ള ഒരുപാട് പേര് ആക്രമിക്കപ്പെട്ടതിൻ്റെ കൂടെ തന്നെ ഷെഫീന ഇത്തയെയും ഇവരെ ആക്രമിക്കുകയല്ല ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ അസുഖത്തെ കളിയാക്കുക. ഈ കളിയാക്കുന്നതും വിഷയമല്ല, പക്ഷേ ആ അസുഖത്തിനെ എത്രത്തോളം വൈകൃതമായി കളിയാക്കാൻ സാധിക്കും, ഇത്രത്തോളം വൈകൃതമായി കളിയാക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല. അതായത് ഞൊണ്ടിക്കാലി എന്നാണ് അവരെ വിളിച്ചത്. ശരിക്കും മനസ്സിന് ഞൊണ്ടുള്ളവൾ, മനസ്സിന് വൈകല്യമുള്ളവൾ, ഒരു മനസ്സിന് വൈകല്യം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ശരീരത്തിനുണ്ടാകുന്ന വൈകല്യം എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ഒരു കാര്യമാണ്. ശരീരത്തിനുണ്ടാകുന്ന വൈകല്യം എന്ന് പറയുന്നത് ഇവളെ സംബന്ധിച്ചിടത്തോളം, ഇവളുടെ കാര്യം പറയുമ്പോൾ ഇവളുടെ ശരീരത്തിനും വൈകല്യമുണ്ട്, ഇവളുടെ മനസ്സിനും വൈകല്യമുണ്ട്, ഇവളുടെ സ്വഭാവത്തിനും വൈകല്യമുണ്ട്. അതായത് കൈയില്ലാത്തവൻ ഒരു വിരലില്ലാത്തവനെ ആക്ഷേപിക്കുന്നത് പോലെ ഇതിലൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ആ ഇത്താനെ പിടിച്ച് വലിച്ചിട്ട് അവരുടെ അസുഖത്തെ ഇത്രയും മോശമായിട്ട് പറയുമ്പോൾ ഇവൾക്കോ വൈകല്യമെന്ന് പറയാം. ഇതിൻ്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ആളുകളിൽ ഒരാൾ പോലും ഇവർ പറയുന്നത്, ഈ നജില എന്ന് പറയുന്ന സ്ത്രീയെ ഞാൻ ഒരുപാട് കാലമായി വിമർശിക്കുന്നു, അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പറയാതിരിക്കാനുള്ള ഒരു കുന്തവും അവൾ ഉണ്ടാക്കി വെക്കുന്നില്ല. അവൾ ഇന്നലെ ഇട്ട വീഡിയോയിലും അവൾ എന്നെ പറയുന്നുണ്ട്. ഇതിന് മറുപടി പിന്നെ ഞാനല്ലാതെ ആരാണ് പറയുക? എനിക്ക് എന്നെ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ അറിയാം. ഞാൻ മറുപടി പറയുക തന്നെ ചെയ്യും. അതിന് കൊറോണ വന്ന് കൊറോണ പോലും കൊണ്ടുപോവാത്തവൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാലും എന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കും. അതിന് യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരു സ്ത്രീയാണെങ്കിൽ ഞാൻ മറുപടി കൊടുക്കും. ഇതിൻ്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ഒരാൾ പോലും പറഞ്ഞില്ല മറ്റൊരാളുടെ വൈകല്യത്തെ നിങ്ങൾ അങ്ങനെ പറയരുത്, അതും ഇത്രയും മോശമായിട്ട് നിങ്ങൾ പറയരുത് എന്ന് പറയുന്നില്ല. അപ്പൊ അവിടെ കമന്റ് ഇടുന്ന ആൾക്കാർ അവരുടെ മനസ്സും വൈകല്യമുള്ളതാണ്. ഇനി ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടുന്ന ഒരുപാട് പേര് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾ എന്തിനാണ് അവരുടെ പച്ചിറച്ചി തിന്നുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളും ഇതിൽ യാതൊരു സംബന്ധവും ഇല്ലാത്ത ഈ ഇത്തയെ കുറിച്ച് എന്തിനിങ്ങനെ പറയുന്നു എന്നൊരാളും ചോദിച്ച് ഞാൻ കണ്ടില്ല. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ശരിക്കും ഇവർക്കൊരു സോഷ്യൽ മീഡിയ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരതിനെ മോശമായ രീതിയിൽ ഇവരതിനെ മറ്റൊരാളുടെ വ്യക്തിഹത്യ ചെയ്യുക, മറ്റൊരാളുടെ കുടുംബം തകർക്കുക, മറ്റൊരാളുടെ ജീവിതം തകർക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. ഇതിന് മാത്രമല്ല, ഈ കുടുംബജീവിതങ്ങൾ തകർത്തടിച്ച് അതിൽ നിന്നും സാമ്പത്തികം ഉണ്ടാക്കുക. ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും സംസാരിക്കുക തന്നെ ചെയ്യും. നിങ്ങളിനി എങ്ങനെ എന്ത് എന്ന് പറഞ്ഞാലും ഈ സ്ത്രീ നന്നാകുന്നത് വരെ അങ്ങനെയൊന്നുമില്ല. ഈ സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളിലെ ഈ മോശമായ ഒരു കാര്യമാണ് ഞാൻ പറയുക തന്നെ ചെയ്യും. ഈ ഷെഫീന താത്തേനെ ഇങ്ങനെ ഒരു വൈകല്യത്തിനെ കുറിച്ച് പറയുന്ന അതേ അവർ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ എൻ്റെ മോൾക്ക് സുഖമില്ല, എൻ്റെ ഇക്കാക്ക് സുഖമില്ല, എൻ്റെ മോനക്ക് സുഖമില്ല, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതായത് ഇവരുടെ വിഷമങ്ങളും ഇവരുടെ വേദനകളും ഇവരുടെ കണ്ണീരും ഒക്കെ വിലയുള്ളതാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. ഇവർ മുമ്പും അങ്ങനെ തന്നെയാണ്. അതായത് ഇവര് സ്ത്രീത്വത്തിന്റെ ഉച്ചകോടിയിൽ ഇരിക്കുന്ന ഒരാളാണ്, മരണപ്പെട്ടു പോയ ഒരാളിന്റെ 3 മക്കളെ ഭയങ്കരമായി പോറ്റുന്ന ഒരു ഉമ്മയാണ്. എന്നിട്ട് മക്കളെയാണോ പോറ്റിയത്? മറ്റുള്ള ആളുകളിൽ നിന്നും പണം തട്ടിപ്പ് നടത്തിയിട്ട് മക്കളെയാണോ പോറ്റിയത്?